നമ്മുടെ ആനപ്പുറത്തിരുന്ന പട്ടിയെ പേടിക്കേണ്ട എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പല വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. ഇവർ അവിടെ ഇരുന്നുകൊണ്ട് സാഹിത്യമാണ്. സാഹിത്യം നമ്മുടെ സോഷ്യൽ സാഹിത്യം മീഡിയ എഴുതുമല്ല, സാഹിത്യം അവർ രാജ്യത്തിന് എതിരെയാണ് ഇവരുടെ. അവരുടെ അതായത് സാഹിത്യം കൂടുതൽ അതാണ്. കുറേ ജിഹാദികളുണ്ട്, ജിഹാദി കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ നാടിനെതിരെ, ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ, ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ, മൊത്തത്തിൽ ഇന്ത്യക്കെതിരെ, നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോലെ സൈന്യത്തിനെതിരെ പോലെ അവര് എന്തായാലും നമ്മുടെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ ഇടുന്നുണ്ട്. പക്ഷെ ഗൾഫിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ജിഹാദി നാട്ടിലോട്ട് കാല് കൊത്തുന്നതിന് മുമ്പ് പോലീസ് തൂക്കി അകത്തിട്ടിട്ടുണ്ട്. UAPA ചുമത്തി. മുഹമ്മദ് സനൂഫ് വടക്കമ്പറുകാരൻ മറ്റോ ആണ് ഇയാൾ കരിപ്പൂർ എയർപോർട്ടിലാണ് ഒന്ന് ഇറങ്ങിയത്. ഇറങ്ങി ഇയാളുടെ പാസ്പോർട്ട് കിട്ടി. അവരത് അവിടെ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇയാളെ തൂക്കേണ്ട ആളാണെന്നുള്ളത്. അങ്ങനെ ആശാനെങ്കിൽ പിടിച്ചു. നമ്മുടെ BJPയുടെ യുവമോർച്ച നേതാവായ അധീന ഭാരതി എന്ന ആ നേതാവ് പുള്ളിക്കാരി നൽകിയ പരാതിയിലാണ് മുട്ടം തൊടുപുഴ പോലീസ് പോലീസാണ് ഈ കേസിൽ കേസെടുത്തത്. ആശാന നേരെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും വന്നിറങ്ങിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും വീട്ടിൽ കൊണ്ടുപോയി ബന്ധുക്കളെന്ന് കാണാൻ അവസരം നൽകിയില്ല. UAPA ചുമത്തോടുകൂടി ഇനി 1 വർഷം അദ്ദേഹം മിനിമം അത് കിടക്കണം. പിന്നീട് അങ്ങോട്ട് ഇനിയിപ്പോൾ NIA ചോദ്യം ചെയ്യാൻ വരികയും മറ്റു കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്ത ശിഷ്ടകാലം അദ്ദേഹം ഡൽഹിയിൽ പോയി തിഹാർ ജയിലിലോ അതോ മറ്റേതെങ്കിലും സ്ഥലത്തോ തന്നെ സുഖമായി സുവാസം നടത്താം. പക്ഷെ അവിടെ എത്തുകൊണ്ട് ഈ സാഹിത്യം എഴുതാൻ പറ്റില്ല. ഇന്ത്യക്കാർ ഇനിയും മരിക്കും എന്നാണ്. അതായത് നമ്മുടെ ഓർക്കുന്നുണ്ടല്ലോ, പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി കൊച്ചി സ്വദേശിയായ രാമേന്ദ്രന്റെ മകളിട്ട ഒരു വളരെ വേദനാജനകമായ ഒരു പോസ്റ്റ് അടിയിൽ വന്ന് ഇന്ത്യക്കാർ ഇനിയും മരിക്കും, ഇന്ത്യക്കാർ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, എന്താ ഞങ്ങൾ ഇനി കാശ്മീരിനെ സ്വതന്ത്രമാക്കും തുടങ്ങിയ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇട്ടത്. അതുപോലെ എന്താ കാഫിറുകളെ ഞങ്ങൾ വകവരുത്തും. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചേക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റു രോഗരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിച്ചു കളയും. നാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഇന്ത്യൻ ആർമിക്ക് ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ കൊല്ലാൻ കഴിഞ്ഞേക്കും, എന്നാൽ ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. നാരെ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങളുടെയൊക്കെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഇതായിരുന്നു കുറിപ്പ്. എന്തായാലും ഞങ്ങളുടെ എത്തി പുള്ളി. പക്ഷേ കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് അങ്ങ് പോയി, പിന്നെ വേറെ വഴിക്ക് പോയി. അതായത് ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട അദീന ഭാരതി യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അവർ പോലീസിൽ പരാതി കൊടുക്കുന്നു, ഈ സ്ക്രീൻഷോട്ട് സഹിതം. അപ്പോൾ സംസ്ഥാന സൈബർ സെല്ല് തന്നെ ഇത് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവനാണെന്നുള്ളത് പിടികെടുത്തു. വിദേശത്തിരുന്നുകൊണ്ട് പോസ്റ്റ് അതീവ ഗുരുതരമായ കുറ്റമാണെന്ന് കണ്ടെത്തുകയും, പക്ഷേ പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയും നാളെ ഇവൻ അവിടെ. അതാണ് ഇതിനകത്തെ വസ്തുത. ഈ പോസ്റ്റൊക്കെ ഇട്ടിട്ട് എത്ര ഒരു കൊല്ലത്തിന് മേളിലായി. കേരള പോലീസ് അന്നേരം അലർട്ട് ആവുകയും എംബസി വഴി ഇവനെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരാനുള്ള വകുപ്പൊന്നും ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് കൊണ്ടുവരാം, അത് അന്നേരം കൊണ്ടുവരാം. മാത്രമല്ല ഇവർ ഈ FIR ഇട്ട് അതിനകത്തൊരു UAPA ചുമത്തി ഒരു FIR ഇട്ടിട്ട് ഇത് NIAക്ക് കൈമാറിയാൽ മതി. മാത്രമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഏറ്റവും നല്ല ബന്ധമാണുള്ളത്. ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അവനോട് സംരക്ഷിക്കാനൊന്നും പോകണ്ട, അടുത്ത വണ്ടി കയറ്റി വിടും. ഇത് അദ്ദേഹം ഇതിനെ തള്ളിയതാണ്. ഒരു മാസമായി തള്ളിയതാണ്. ആ തള്ള് അതിരി വിട്ടുപോയി. കാരണം ഇവന് വിദ്യാഭ്യാസം വിവരം അധികം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇത് കുറെ സാഹിത്യം എവിടെയെങ്കിലും ചുരണ്ടിയതായിരിക്കും. അല്ല, ഇതുപോലത്തെ പോസ്റ്റ് ഉണ്ടാക്കൂലേ. അതിനകത്ത് പറയുന്നത് ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കും. അപ്പൊ ഞങ്ങൾ ആരൊക്കെയാണെന്ന് ഇനി അവൻ പറയേണ്ടി വരും. ആരാണ് ഈ ഞങ്ങൾ? ആരൊക്കെയാണ് അതിന്റെ കൂടെ എന്നുള്ള ചോദ്യം വരും. അപ്പൊ ആ ഞങ്ങളെ ഇവർ കണ്ടെത്തും. UAPA ചുമത്തിയ സ്ഥിതിക്ക് ഇപ്പൊ 14 ദിവസത്തേക്ക് റിമാൻഡ് ആയിട്ടുള്ളൂ. 1 കൊല്ലത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഗൾഫിലെ പണിയും പോയി. ഇനി അവനെ ഇവിടുന്ന് ഇവന്റെ പാസ്പോർട്ടും കണ്ടുകെട്ടും, ഇവനെ റദ്ദാക്കും. മാത്രമല്ല ഈ വിഷയം മുകളിലേക്ക് ചെല്ലുന്നു. IB ഒക്കെ അന്വേഷിച്ച് നേരെ ഇവർക്ക് കൊടുക്കും, NIAക്ക് കൈമാറും, തൂക്കിയെടുത്ത് കൊണ്ടുപോകും, തിഹാർ ജയിലിൽ അടയ്ക്കും. തീർന്ന് പരിപാടി കഴിഞ്ഞു. സമാധാനമായി. വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ മാസാവാൻ നോക്കിയതാണ്. ഇങ്ങനെ നോക്കുന്നത്, ഇതിപ്പം ഒരു മുസ്ലിം യുവാവാണ് എന്ന് കരുതുക. ഇങ്ങനെ ചെയ്യുന്നവരിൽ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കളുമുണ്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ള, അന്തം കമ്മി ചോര ഓടുന്ന കുറേ എണ്ണമുണ്ട്. ആരെക്കുറിച്ചും അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിനും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഇന്ത്യൻ സൈന്യത്തിനും ഒക്കെ എതിരെ വായു വരുന്നത് കോതയ്ക്ക് വാട്ടെന്ന് പറയുന്ന പോലെ വെച്ചരക്കും. ഇങ്ങനെയൊക്കെ ഈ ആവേശം മൂത്ത് ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് സത്യം? ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് സർക്കാർ പണം മുടക്കി ഇവനൊക്കെ വിദ്യാഭ്യാസവും കൊടുത്ത്
വിദേശത്ത് പോകാനുള്ള എല്ലാ സംവിധാനം ചെയ്ത് കൊടുത്തിട്ട് അവിടെ പോയി ഇരുന്നിട്ടാണ് ഈ മാതിരി പണി കാണിക്കുന്നത്. ഇവരൊന്നും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. വേറെ വല്ല രാജ്യത്തായിരുന്നെങ്കിൽ ഇവരൊക്കെ വെടിവെച്ച് കൊല്ലും വരുന്നത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഈ ആശാൻ പെട്ടുപോയി, UAPAയിൽ പെട്ടുപോയി. UAPA അലനും താഹെ എന്ന് പറഞ്ഞ 2 യുവാക്കൾ, അതെ അവരെ UAPA പിണറായി വിജയൻ കുടുക്കിയതാണെന്നാണ് പറയുന്നത്. അതെ അവർ CPM കുടുംബക്കാരാണ് അടിസ്ഥാനപരമായി. അവരെ കുടുക്കിയിട്ട് അവരിപ്പോൾ വല്ലപ്പോഴുമാണ് ഒരു വെളിയിലിറങ്ങാൻ പറ്റുന്നത്. അതുപോലത്തെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് ഇവിടെ കിടന്നാൽ കുഴപ്പമില്ല, പക്ഷേ ജയിൽ മാറിയാൽ പണി പാടും. തിഹാർ ജയിലിൽ പോയാൽ പണി പാടും, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. ഇപ്പം ഈ അവിടെ ഇരുന്നുകൊണ്ട് പോസ്റ്റ് ഇട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചത്. ഇതുപോലെ വേറൊരുത്തനെയും ഇന്നലെ അബ്ദുൽ ഹക്കീം ചില്ലറക്കാരൻ. അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ വൻ കക്ഷിയാണ്, വലിയ മീനാണ്. അതാ അദ്ദേഹം മയക്കുമരുന്നിനെതിരെ വലിയ തോതിലുള്ള ആഹ്വാനം നടത്തുന്ന ഒരാളാണ്. മാസാണ് ആള്. അതുവരെ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇറങ്ങിയല്ലെന്ന് പിണറായി പറഞ്ഞില്ലേ, അതേ ലൈനിലാണ്. അല്ലെ, ഇന്നസെന്റ് പറഞ്ഞ പോലെ ചുട്ട വഴിയെ പറപ്പിക്കുക, പിന്നീട് അതിനെ പിടിച്ച് തിന്നുക എന്ന് പറഞ്ഞ പോലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പട നയിക്കുക, അതിന്റെ ഇടയ്ക്ക് വരുന്ന ഇത് മരുന്നടിക്കുക. ഈ മരുന്നടിച്ചോണ്ടിരുന്ന സമയത്ത് ആശാൻ പെട്ടുപോയി. ആശാനെ ഒരു ആപ്പ് കിക്ക് എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു. ആ ആപ്പ് സത്യത്തിൽ ഇവന്റെ ശത്രുക്കൾ അത് ഹൈജാക്ക് ചെയ്തു, അത് ഹാക്ക് ചെയ്ത് അതേ കൂടെ വരുന്നു പോകുന്നു, ആപ്പ് വരുന്നു പോകുന്നു, കമ്പ്യൂട്ടർ ഓൺ ആകുന്നു പോകുന്നു, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി 2 പുകയൊക്കെ അടിച്ച് ഇത് ഞെക്കിയ സമയത്താണ് ഇത് ഓൺ ആകുന്നതും ഇത് നാട് മുഴുവൻ പോകുന്നതും. ഈ ആപ്പ് വഴി കിക്ക് എന്നാണ് ആപ്പിന്റെ പേര്. കിക്ക് എന്ന് പറഞ്ഞാൽ കിക്കാകുന്ന ആപ്പാണ്. ആ ആപ്പിനകത്തൂടെ ഇത് മുഴുവൻ വെളിയിൽ പോയി. അതോടെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തകന്റെ മുഖം മൂടി ഓടിയെങ്കിലും അവനെ ഓടിച്ചിട്ട് ജാർജ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇനിയും വരാൻ വന്ന് പുറന്നെടുക ചാട്ടവാറി അടിയാണോ, ഇനി കല്ലേറാണോ, തലവെട്ടലാണോ എന്നൊന്നും അറിയത്തില്ല. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പോലെയല്ല. മയക്കുമരുന്നിന് കർശനമായ ശിക്ഷയാണ് അവിടെ ഉള്ളത്. വധശിക്ഷ ഉൾപ്പെടെയുള്ള വളരെ ക്രൂരമായ ശിക്ഷാവിധികളാണ് അവിടെ ഉള്ളത്. അത് മിക്കവാറും ഈ നമ്മുടെ സനൂഫിന് ഇങ്ങനെ നാട്ടിൽ വരാനെങ്കിലും പറ്റി. ഇയാൾക്ക് മിക്കവാറും അവിടെ കിടക്കേണ്ട. ഈ നമ്മുടെ യുവാക്കൾ ശ്രദ്ധിക്കുക, വിദേശത്തുള്ള യുവാക്കൾ ഒത്തിരി പേര് അവിടെ ഇരുന്ന് തള്ളുന്നുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ ഇരുന്ന് തള്ളുന്നുണ്ട്. തള്ളുന്ന ഉടനെ നമ്മൾ വിചാരിക്കും, എടാ എന്നെ എന്തോ ഞാനങ്ങ് മതേതരനായി, ഞാനങ്ങ് BJP വിരുദ്ധത പറയുമ്പോൾ ഞാൻ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ മതേതരനാണെന്ന് വരുത്താൻ വേണ്ടി നമ്മൾ വായി വരുന്ന തെണ്ടിത്തരം മുഴുവൻ വിളിച്ചു പറയും. പക്ഷേ ഇതല്ല ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒന്നുമല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ചാണക സംഖ്യകളെങ്കിലും ഇത് നോക്കുന്നുണ്ട്. അവര് ഈ അദീന ഭാരതിയെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുപാട് BJPയുടെ പ്രവർത്തകരുണ്ട്, യുവമോർച്ചയുടെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ കൊണ്ട് കേസ് കൊടുക്കും. പിണറായി വിജയൻ അല്ല കേരളം ഭരിക്കുന്നത്, അത് മാറി. ഇപ്പോഴത്തെ പോലീസിന് വിവേചനാധികാരം കൊടുത്തു, പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്തു. അത് ആര് പരാതി കൊടുത്താലും അവർ കേസെടുക്കും. പിണറായി വിജയൻ കൊടുത്താലും എടുക്കും, K മുരളീധരൻ കൊടുത്താലും എടുക്കും, പിന്നെ V മുരളീധരൻ കൊടുത്താലും എടുക്കും. BJPക്കാരും ആര് കൊടുത്താലും സംഗതി ജെന്യുവിനാണെങ്കിൽ അകത്തു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഇമാതിരി നിങ്ങളുടെ ഉള്ളിൽ ജിഹാദി യുദ്ധം നടത്താനുള്ള, വിശുദ്ധ യുദ്ധത്തിനുള്ള താല്പര്യം ഉണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ളവർ അത് അവിടെ അടക്കി വയ്ക്കുക. ഈ നാട്ടിൽ വരുമ്പോൾ ഈ നാടിനെതിരെ പോസ്റ്റ് ഇടാതിരിക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും.